ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കാട്ടിലെ കളികൾ എന്ന പാഠഭാഗം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ചെറുശ്ശേരിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. കോലത്തുനാട്ടിലെ രാജാവായിരുന്നു ഉദയവർമ്മൻ കോലത്തിരി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കവികളിൽ ഒരാളും മിത്രവുമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. അദ്ദേഹമാണ് കൃഷ്ണഗാഥയുടെ രചയിതാവ് എന്ന് വിശ്വസിക്കുന്നു. രാജാവ് പറഞ്ഞതനുസരിച്ചാണത്രേ ഈ കൃതി എഴുതിയത്. കൃഷ്ണപ്പാട്ട് എന്നും ഇതിന് പേരുണ്ട്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475 1575 ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്തു ജനിച്ചു എന്നാണ് വിശ്വാസം. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കൃഷ്ണഗാഥയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം നമുക്ക് പരിചയപ്പെടാം. ഗാഥാപ്രസ്ഥാനത്തിൽ ആദ്യമുണ്ടായ കൃതിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ വടകര ചെറുശ്ശേരി ഇല്ലത്തെ ഒരു നമ്പൂതിരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് എന്നാണ് ഐതിഹ്യം. കോലത്തിരി ഉദയവർമ്മ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത്. രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തൊട്ടിലിൽ കുട്ടിയെ കിടത്തി ആട്ടിക്കൊണ്ടിരുന്ന രാജാവിൻ്റെ ഭാര്യ ഒരു നില കൂടി തെറ്റിയാൽ രാജാവ് തോൽക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് കുട്ടിയെ ഉറക്കുന്ന ഭാവത്തിൽ പാടി ഭർത്താവിന് അപകടം മനസ്സിലാക്കി കൊടുത്തു. ആളിനെ ഉന്തിയ രാജാവ് കളിയിൽ ജയിച്ചു. ഭാര്യ പാടിയ മട്ടിൽ ഭാഗവത ദശമസ്കന്ധം പാട്ടാക്കണമെന്ന് രാജാവ് നമ്പൂതിരിയോട് നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം കൃഷ്ണഗാഥ രചിച്ചു. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ കൃഷ്ണഗാഥയിലുണ്ട്. ഇതാണ് കൃഷ്ണഗാഥയെക്കുറിച്ചുള്ള ഐതിഹ്യം. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിലെ പ്രശസ്തനായ കവിയാണ് ചെറുശ്ശേരി. അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഭാഗം. ശ്രീകൃഷ്ണനും ജ്യേഷ്ഠ സഹോദരനായ ബലരാമനും മറ്റു കുട്ടികൾക്കൊപ്പം ബാല്യകാലം കഴിച്ചു കൂട്ടിയത് അമ്പാടിയിലാണ്. അമ്പാടിയിലെ പശുക്കളോടും കന്നുകുട്ടികളോടും കാട്ടിലെ പക്ഷിമൃഗാദികളോടും കാളിന്തി നദിയിലെ മത്സ്യങ്ങളോട് പോലും ശ്രീകൃഷ്ണന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ബാലനായ കൃഷ്ണനും മറ്റു കുട്ടികളും കാട്ടിൽ പോയി പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട കാര്യമാണ് ചെറുശ്ശേരി ഈ ഭാഗത്ത് പറയുന്നത്. ഒരു ദിവസം കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരോട് കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഓരോരുത്തരും അവരവരുടെ പശുക്കളെ കൂട്ടി വനത്തിലേക്ക് പോയി. മറ്റു കുട്ടികളും ഒപ്പം കൂടി വിനോദങ്ങളിൽ ഏർപ്പെട്ടു. മയിലുകൾ കൂകി തുടങ്ങുമ്പോൾ അതുപോലെ കൂകാൻ തുടങ്ങി. കുയിലുകൾ പാടുന്നത് കേട്ടിട്ട് അതുപോലെ പാടി. പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാൻ എല്ലാവരും ഓടി. അരയന്നങ്ങൾ നടന്നു പോകുമ്പോൾ അവയെപ്പോലെ നടക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. തങ്ങളുടെ നിഴൽ കണ്ട് അതിനൊപ്പം കളിക്കുകയും മാറ്റൊലി ശബ്ദം വനത്തിൽ കേൾക്കുമ്പോൾ അതിനൊപ്പം ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. കാട്ടിലെ മരങ്ങളിലേക്ക് കുരങ്ങന്മാർ പാഞ്ഞു കയറുമ്പോൾ അവയുടെ കാലിൽ പിടിച്ചു കളിച്ചു. പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള ആ കുട്ടികൾ കണ്ണനുമായി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കംസൻ പറഞ്ഞുവിട്ട ഒരു അസുരൻ അരയന്നങ്ങളുടെ സമീപത്ത് കാക്ക നിൽക്കുന്നത് പോലെ അവിടെ നിന്നു. ഇത്രയുമാണ് പാഠഭാഗത്തുള്ളത്. ഇനിയുള്ളത് വരികളുടെ ആശയമാണ്. വരികളുടെ ആശയം മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായി ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇനിയുള്ളത് പദപരിചയമാണ്. പാഠഭാഗത്തിലുള്ള പദങ്ങളുടെ അർത്ഥങ്ങളാണ് നോക്കാം. മലയാള ഭാഷ തമിഴിൽ നിന്ന് രൂപം കൊണ്ട കാലത്ത് പല പദങ്ങളും ഈ പാഠഭാഗത്തു കാണാം. നന്ദധനുജൻ എന്നാൽ ശ്രീകൃഷ്ണൻ. നന്ദഗോപരുടെ മകൻ എന്നാണ് അർത്ഥം. നന്ദധനുജൻ എന്ന വാക്കിനർത്ഥം നന്ദഗോപരുടെ മകൻ എന്നാണ്. നന്ദഗോപരുടെ മകനാണ് ശ്രീകൃഷ്ണൻ. അടുത്തത് ഭോജനം എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം എന്നാണ്. ബാലകന്മാർ എന്ന വാക്കിനർത്ഥം കുട്ടികൾ എന്നാണ്. കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം വനം എന്നാണ്.
ലീല, ലീല എന്ന വാക്കിൻ്റെ അർത്ഥം കളി എന്നാണ്. ചാലെ, ചാലെ എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി എന്നാണ്. നടന്നാർ, നടന്നാർ എന്ന വാക്കിൻ്റെ അർത്ഥം അവർ നടന്നു. കേകികൾ, കേകികൾ എന്ന വാക്കിൻ്റെ അർത്ഥം മയിലുകൾ. കോകിലം, കോകിലം എന്ന വാക്കിൻ്റെ അർത്ഥം കുയില്. ഛായ, ഛായ എന്ന വാക്കിൻ്റെ അർത്ഥം നിഴൽ. ആക്കമോടെ, ആക്കമോടെ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തിയോടെ. അടുത്തത് നന്ദി, നന്ദി എന്ന വാക്കിനർത്ഥം വിചാരിച്ചു. അടുത്തത് അന്നങ്ങൾ, അന്നങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം അരയന്നങ്ങൾ. അടുത്തത് അന്നൻ, അന്നൻ എന്ന വാക്കിനർത്ഥം അരയന്നം. അടുത്ത വാക്ക് മാറ്റൊലി, മാറ്റൊലി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിധ്വനി, മുഴക്കം എന്നെല്ലാം അർത്ഥമുണ്ട്. പേശുക, പേശുക എന്ന വാക്കിൻ്റെ അർത്ഥം പറയുക. വാനരം, വാനരം എന്ന വാക്കിൻ്റെ അർത്ഥം കുരങ്ങ്. ദാനവൻ, ദാനവൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അസുരൻ, രാക്ഷസൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഹംസങ്ങൾ, ഹംസങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം അരയന്നങ്ങൾ. ഹംസങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം അരയന്നങ്ങൾ. അടുത്തത് കാകൻ, കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കാക്ക. കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാക്ക. ഇനി നമുക്ക് സമാന പദങ്ങൾ കണ്ടെത്താം. പാഠഭാഗത്തുള്ള വാക്കുകൾക്ക് സമാനമായ പദങ്ങൾ കണ്ടെത്താം. ആദ്യമായി കാനനം. കാനനം എന്ന വാക്കിന് വനം, വിഭിനം, അരണ്യം എന്നെല്ലാം അർത്ഥമുണ്ട്. കാനനം എന്ന വാക്കിന് വനം, വിഭിനം, അരണ്യം എന്നെല്ലാം അർത്ഥമുണ്ട്. അടുത്തത് ചെങ്ങാതി. ചെങ്ങാതി എന്ന വാക്കിന് തോഴൻ, കൂട്ടുകാരൻ, സുഹൃത്ത് എന്നെല്ലാം അർത്ഥമുണ്ട്. തോഴൻ, കൂട്ടുകാരൻ, സുഹൃത്ത് എന്നെല്ലാം അർത്ഥമുണ്ട്. അടുത്തത് കേകി. കേകി എന്ന വാക്കിന് മയൂരം, മയിൽ, നീലകണ്ഠം എന്നെല്ലാം അർത്ഥമുണ്ട്. മയൂരം, മയില്, നീലകണ്ഠം എന്നെല്ലാം അർത്ഥമുണ്ട്. അടുത്തത് അന്നം. അന്നം എന്ന വാക്കിൻ്റെ അർത്ഥം അരയന്നം, ഹംസം എന്നെല്ലാം അർത്ഥമുണ്ട്. വാനരൻ. വാനരൻ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളാണ് കുരങ്ങൻ, മർക്കടൻ എന്നെല്ലാം അർത്ഥമുണ്ട്. കാകൻ. കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാക്ക. ഇനി നമുക്ക് പാഠഭാഗത്തുള്ള കുറച്ചു പദങ്ങൾ പിരിച്ചെഴുതാം. ആദ്യമായി ഭോജനമിന്നെനിക്കെന്നു. ഭോജനമിന്നെനിക്കെന്നു അതെങ്ങനെ പിരിച്ചെഴുതാം? ഭോജനം പ്ലസ് ഇന്ന് പ്ലസ് എനിക്കെന്ന്. ഭോജനം പ്ലസ് ഇന്ന് പ്ലസ് എനിക്കെന്ന്. ഭോജനം പ്ലസ് ഇന്ന് പ്ലസ് എനിക്കെന്ന് കൂടുമ്പോൾ ഭോജനമിന്നെനിക്കെന്നു എന്നാകുന്നു. അടുത്തത് കാലത്തുണർന്നുടൻ. കാലത്തുണർന്നുടൻ അതെങ്ങനെ പിരിച്ചെഴുതാം? കാലത്ത് പ്ലസ് ഉണർന്നുടൻ. കാലത്ത് പ്ലസ് ഉണർന്നുടൻ, കാലത്തുണർന്നുടൻ എന്നാകും. അടുത്തത് ചെങ്ങാതിമാരെല്ലാം. ചെങ്ങാതിമാരെല്ലാം അതെങ്ങനെ പിരിച്ചെഴുതാം? ചെങ്ങാതിമാർ പ്ലസ് എല്ലാം. ചെങ്ങാതിമാർ പ്ലസ് എല്ലാം എന്ന് എഴുതുമ്പോൾ ചെങ്ങാതിമാരെല്ലാം എന്നാകും. അടുത്തത് ചാലേ കളിച്ച്. ചാലേ പ്ലസ് കളിച്ച്, ചാലേ കളിച്ച്. ചാലേ പ്ലസ് കളിച്ച്, ചാലേ കളിച്ച്. കൂകി തുടങ്ങിനാർ അത് പിരിച്ചെഴുതേണ്ടത് കൂകി പ്ലസ് തുടങ്ങിനാർ. കൂകി പ്ലസ് തുടങ്ങിനാർ എന്നെഴുതിയാൽ കൂകി തുടങ്ങിനാർ എന്നാകും. അടുത്തത് അന്നലെ പോലെ. അന്നലെ പോലെ അത് പിരിച്ചെഴുതുന്നത് എങ്ങനെ? അന്നലെ പ്ലസ് പോലെ, അന്നലെ പോലെ. അടുത്തത് മരങ്ങളിലേറുമ്പോൾ അതെങ്ങനെ പിരിച്ചെഴുതാം? മരങ്ങളിൽ പ്ലസ് ഏറുമ്പോൾ. മരങ്ങളിൽ പ്ലസ് ഏറുമ്പോൾ, മരങ്ങളിലേറുമ്പോൾ. അടുത്തത് പൈതങ്ങളിങ്ങനെ. പൈതങ്ങൾ പ്ലസ് ഇങ്ങനെ. അപ്പോൾ പൈതങ്ങൾ ഇങ്ങനെ ആകും. പൈതങ്ങൾ പ്ലസ് ഇങ്ങനെ. അടുത്തത് കണ്ണനുമായി കളിക്കും. അത് പിരിച്ചെഴുതേണ്ടത് കണ്ണനുമായി പ്ലസ് കളിക്കും, കണ്ണനുമായി കളിക്കും. എങ്ങനെയാണ്? കണ്ണനുമായി പ്ലസ് കളിക്കും, കണ്ണനുമായി കളിക്കും. അടുത്തത് പദങ്ങൾ അന്വേഷിച്ച്. പാഠപുസ്തക പ്രവർത്തനങ്ങളാണ്. കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ എന്തെല്ലാമാണ്? അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാകും. അത്തരം പദങ്ങൾ കണ്ടെത്തൂ. നമ്മുടെ മാതൃഭാഷയായ മലയാളം തമിഴിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് പുതിയ ഭാഷയായി മാറിയ കാലത്തുണ്ടായതാണ് കൃഷ്ണഗാഥ. അതുകൊണ്ടാണ് തമിഴിൻ്റെ രൂപസാദൃശ്യമുള്ള ചില പദങ്ങൾ കൃഷ്ണഗാഥയിൽ പല സ്ഥലത്തും കാണാൻ കഴിയുന്നത്. മനസ്സിലായോ?
നമ്മുടെ മാതൃഭാഷയായ മലയാളം തമിഴിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് പുതിയ ഭാഷയായി മാറിയ കാലത്തുണ്ടായതാണ് കൃഷ്ണഗാഥ. അതുകൊണ്ടാണ് തമിഴിൻ്റെ രൂപസാദൃശ്യമുള്ള ചില പദങ്ങൾ കൃഷ്ണഗാഥയിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. തന്നിലെ, നണ്ണി, നടന്നാൻ, ചാലെ, നടന്നാർ, പാറുമ്പോൾ, ആക്കം, അന്നൽ, വാനരം, ഏറുമ്പോൾ, ചൊല്ലാലെ ഈ പദങ്ങളുടെ മിക്കവയുടെയും അർത്ഥം പദപരിചയത്തിൽ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാത്തവയുടെ അർത്ഥം ഞാനിവിടെ ചേർക്കാം. ആദ്യം തന്നിലെ. തന്നിലെ എന്ന വാക്കിനർത്ഥം അതിലേക്ക് എന്നാണ്. അടുത്തത് പാറുമ്പോൾ. പാറുമ്പോൾ എന്ന വാക്കിനർത്ഥം പറക്കുമ്പോൾ. അടുത്തത് ആക്കം. ആക്കം എന്ന വാക്കിനർത്ഥം ശക്തി. അടുത്തത് ഏറുമ്പോൾ. ഏറുമ്പോൾ എന്ന വാക്കിനർത്ഥമാണ് കൂടുമ്പോൾ എന്ന്. അടുത്തത് താരതമ്യം ചെയ്യാം. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്തെല്ലാമാണ്? കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കിയാലോ. അമ്പാടിയിൽ കണ്ണനും കൂട്ടുകാരും അവർ താമസിക്കുന്ന പരിസരങ്ങളോടും കാടിനോടും ഇണങ്ങി ജീവിച്ചവരാണ്. അമ്പാടിയിൽ കണ്ണനും കൂട്ടുകാരും അവർ താമസിക്കുന്ന പരിസരങ്ങളോടും കാടിനോടും ഇണങ്ങി ജീവിച്ചവരാണ്. പശുക്കളും കന്നുകുട്ടികളും കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. മയിലുകൾ കൂകിത്തുടങ്ങുമ്പോൾ അവർ കൂകുകയും കുയിലുകൾ പാടുമ്പോൾ അതിനൊപ്പിച്ച് പാടുകയും പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനു പിറകെ പാഞ്ഞു പോവുകയും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ച് വലിക്കുകയും അരയന്നങ്ങൾ ശബ്ദമുണ്ടാക്കി പോകുമ്പോൾ ആ ശബ്ദത്തിനൊപ്പം കരയുകയും ചെയ്യുന്നത് പ്രകൃതിക്കൊപ്പം ജീവിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇന്നത്തെ കുട്ടികൾ കൂടുതലും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും മുന്നിലാണ് കളിക്കാനിരിക്കുന്നത്. ചില കുട്ടികൾ പന്തുകളി, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. നാടൻ വിനോദങ്ങളായ കുഴിപ്പന്തുകളി, കിളിത്തട്ട്, ചില്ലുകളി, കുട്ടിയും കോലും എന്നിവയിൽ ഏർപ്പെടുന്നത് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർ മാത്രമേ ഉള്ളൂ. അടുത്തത് കളിയഴക്, വരിയഴക്. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും. മുകളിൽ കൊടുത്ത വരികൾ വായിച്ചല്ലോ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? മയിലുകൾ ഉച്ചത്തിൽ കൂകുമ്പോൾ അതിനൊപ്പം ഉച്ചത്തിൽ കൂകി ശബ്ദമുണ്ടാക്കുന്നു. അതിനുശേഷം കുയിലുകൾ മനോഹരമായി പാടുമ്പോൾ കുട്ടികൾ പാടുകയും ചെയ്യുന്നു. ഇതുപോലുള്ള സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തൂ. ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് കവിതയിലുള്ളത്? നമുക്ക് നോക്കാം. 1. അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ. അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ. പിന്നെ വേറെ ഏതാ? വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ. വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ. ഇനി അടുത്തത് തന്നിഴൽ താനോടും മാറ്റോലി താനോടും നിന്നു കളിക്കുകയും പേശുകയും. ഇവയെല്ലാം ആദ്യം മുകളിൽ കൊടുത്ത വരികൾക്ക് സമാനമായിട്ടുള്ള വരികളാണ്. അടുത്തത് എൻ്റെ കളിമോഹങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത കളികളുണ്ടോ? ഏതെല്ലാം? എന്തുകൊണ്ടാവാം അതിന് കഴിയാത്തത്? അതിനൊരു മാതൃക ഞാൻ പറയാം. അതിനനുസരിച്ച് എഴുതി നോക്കണം. ഒരു മാതൃക. ഭാവിയിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല കളിസ്ഥലമില്ല. ഞാനും കൂട്ടുകാരും കൂടി വീടിനടുത്തുള്ള ചെറിയ വഴിയിലാണ് പന്തടിച്ച് കളിക്കുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകും. വഴിയിൽ പന്ത് കളിക്കുന്നത് കാണുമ്പോൾ അതുവഴി വരുന്നവർ ഞങ്ങളെ വഴക്ക് പറയാറുണ്ട്. ഇതുപോലുള്ള കളിമോഹങ്ങൾ കളിക്കാൻ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാതെ പോയ കളികളെക്കുറിച്ച് കൂട്ടുകാർ എഴുതുക.
അടുത്തത് കവിതാകേളി. കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ. സമാനമായ ഒരു കവിതാഭാഗം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ONV കുറുപ്പിൻ്റെ കവിത. ഈ 2 കവിതകളും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നവയാണ്. അടുത്തത് പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളാണ്. നമുക്കത് നോക്കാം. കാട്ടിലെ കളികൾ എന്ന കവിതാഭാഗം ഏതു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആരാണ് എഴുതിയത്? ചോദ്യമാണ്. കാട്ടിലെ കളികൾ എന്ന കവിതാഭാഗം ഏതു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആരാണ് എഴുതിയത്? ഉത്തരം കൃഷ്ണഗാഥ. എഴുതിയത് ചെറുശ്ശേരി. രണ്ടാമത്തെ ചോദ്യം. നന്ദതനുജൻ ഒരിക്കൽ മനസ്സിൽ വിചാരിച്ചത് എന്താണ്? നന്ദതനുജൻ ഒരിക്കൽ മനസ്സിൽ വിചാരിച്ചത് എന്താണ്? ഉത്തരം വനത്തിൽ ചെന്നതിനു ശേഷം ഭക്ഷണം കഴിക്കാമെന്നാണ് നന്ദതനുജൻ മനസ്സിൽ വിചാരിച്ചത്. മൂന്നാമത്തെ ചോദ്യം. കണ്ണനും കൂട്ടുകാരും കാട്ടിൽ വെച്ച് നടത്തിയ കളികൾ എന്തൊക്കെയായിരുന്നു? കണ്ണനും കൂട്ടുകാരും കാട്ടിൽ വെച്ച് നടത്തിയ കളികൾ എന്തൊക്കെയായിരുന്നു? അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. മയിലുകൾ കൂകുമ്പോൾ അതുപോലെ കൂകി, കുയിലുകൾ പാടുമ്പോൾ അതുപോലെ പാടി, വെയിലത്ത് പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാൻ പോയി, അരയന്നങ്ങൾ കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ അതിനനുസരിച്ച് നടന്നു, ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ കാട്ടിൽ മാറ്റൊലി കേൾക്കാം, ആ മാറ്റൊലി ശബ്ദത്തോട് സംസാരിച്ചു, മരത്തിൽ കയറുന്ന കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചു. ഇങ്ങനെ അവർ കാട്ടിൽ ഓരോ കളികളിൽ ഏർപ്പെട്ടു. അടുത്തത്. ഹംസങ്ങളുടെ അടുത്ത് കാകൻ പോലെ കാട്ടിൽ വന്നു നിന്നത് ആരാണ്? ഹംസങ്ങളുടെ അടുത്ത് കാകൻ പോലെ കാട്ടിൽ വന്നു നിന്നത് ആരാണ്? ഉത്തരം കൃഷ്ണൻ്റെ അമ്മാവനായ കംസൻ പറഞ്ഞയച്ച ഒരു അസുരനാണ് വന്നു നിന്നത്. കൃഷ്ണൻ്റെ അമ്മാവനായ കംസൻ പറഞ്ഞയച്ച ഒരു അസുരനാണ് വന്നു നിന്നത്. ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാഠഭാഗത്ത് നമുക്ക് വീണ്ടും മറ്റൊരു പാഠഭാഗവുമായി കാണാം. ഓക്കെ, താങ്ക്സ്.